തന്നെ നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പാലക്കാട് തേൻകുറിശി പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഇന്ന് കുടുംബയോഗം നടത്തിക്കൊണ്ട് അതിൽ പങ്കെടുക്കുവാനായി BJPയുടെ ജില്ലാ പ്രസിഡന്റായ ശ്രീ പ്രശാന്ത് ശിവൻ, കൂടാതെ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ലോകനാഥൻ എന്നിവർ പങ്കെടുക്കുകയുണ്ടായി. കുടുംബയോഗത്തിന് ശേഷം ലയൺസ് ഫ്രോം ക്രിക്കറ്റ് ക്ലബ്ബ് റെപ്രസെന്റ് ചെയ്യുന്ന വെമ്പലൂർ പ്രീമിയർ ലീഗിലേക്ക് അദ്ദേഹം പങ്കെടുക്കുവാൻ ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡിൽ മത്സരിക്കുന്ന പ്രതിനിധികൾക്ക്, ഈ വാർഡിൽ മത്സരിക്കുന്ന പ്രതിനിധികൾക്ക് നിങ്ങളുടെ എല്ലാവരെയും വിലയേറിയ ഓറുകളിൽ എല്ലാവരിലും ഇന്ന് ഇവിടെ സംസാരിക്കുകയും ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് നമ്മുടെ ആളുകളിൽ, നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകളിൽ എത്തിക്കുകയും നമ്മുടെ പഞ്ചായത്തിന്റെ ഭാരവാഹികളുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉണ്ട്, മണ്ഡലം ഭാരവാഹികളുണ്ട്, ബാക്കി പാർട്ടിയുടെ കുറെ നേതാക്കന്മാർ ഇവിടെ അവിടെയായിട്ടുണ്ട്. അതിനേക്കാട്ടിലൊക്കെ ഉപരി 10:30 മണി തൊട്ട് കാത്തിരിക്കണം. നിങ്ങൾ എപ്പോൾ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ചോറും കൂട്ടാനും വെക്കാന്നുകൊണ്ടിരിക്കണം. അത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പോയി കഴിച്ചാൽ മതി എത്രയും പെട്ടെന്ന്. അപ്പോൾ രാവിലെ മുതൽ ഇവിടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വലിയൊരു യുദ്ധത്തിന്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നത്. യുദ്ധം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ തോക്കുമ്പാലെടുത്തുള്ള യുദ്ധമല്ല. നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് BJP എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ കേരളത്തിൽ നമ്മുടെ ആളുകൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ ഒരു ലോക്സഭാ MP വിജയിപ്പിക്കുവാൻ BJPക്ക് കഴിഞ്ഞു. ആരാ ജയിച്ചേ കേരളത്തിൽ നിന്ന്? സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കാൻ സാധിച്ചു. അതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം എത്താത്ത ഒരു മേഖലയില്ല. അപ്പൊ നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ സാധാരണക്കാരന്റെ വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. അദ്ദേഹം എന്താ പറയുന്നത്? പാവപ്പെട്ട ജനങ്ങൾക്ക് വീടുണ്ടോ, വീട്ടിലെ ശുചിമുറി, കക്കൂസില്ലാത്ത ആളുകൾക്ക് അത് പണിത് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്, വീടില്ലാത്തവർക്ക് വീട്, വെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം എത്തിക്കണം, കറണ്ട് ഇല്ലാത്തവരുടെ വൈദ്യുതി എത്തിക്കണം. രാജ്യം വലിയ രീതിയിൽ മുന്നോട്ട് കുതിച്ചു പോകുമ്പോഴും ഇവിടുത്തെ സർവ്വ സാധാരണക്കാരന്റെ ആവശ്യമായിട്ടുള്ള ശുചിമുറി, വെള്ളം, വീട്, കറണ്ട്, റോഡ്, അങ്ങനെ തുടങ്ങി സാധാരണക്കാരന്റെ ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത്. അത്തരത്തിലുള്ള വികസനങ്ങൾ നമ്മുടെ ഭാഗത്തും ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ അവിടെയും വീടില്ലാത്തവർക്ക് വീട് കിട്ടണം, കുടിവെള്ളം എത്താത്തവർക്ക് കുടിവെള്ള കണക്ഷൻ എത്തണം, കറണ്ട് ഇല്ലാത്ത ഭാഗങ്ങളിൽ വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനം, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാർഡുകളിലും ഇത്തരത്തിൽ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ നമ്മൾ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ നമ്മൾ BJPയുടെ പ്രതിനിധികളെ ജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ വാർഡിൽ വലിയ രീതിയിൽ വികസനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാനുള്ള ഒരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-20 ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി സമർപ്പിച്ച, ദ്വാരപാലക ശില്പത്തിൽ സമർപ്പിച്ച സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. നമ്മളൊക്കെ അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ എല്ലാ കഷ്ടവും മാറ്റുന്നിട്ട് ദൈവത്തിൻ്റെ തൊഴുതിട്ട് നമ്മൾ ഭണ്ഡാരത്തിൽ പൈസ ഇടുകയാണ്. ഇവിടെ ദൈവം തന്നെ കാക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ. ശബരിമലയിലെ ഇത്രയും വലിയ ഒരു അഴിമതി നടന്നിരിക്കുന്നു. അതിന് കൂട്ടുനിന്നിരിക്കുന്നത് ഇവിടുത്തെ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ആർക്കാണ്? സംസ്ഥാന സർക്കാരിന് കീഴിലാണ്. ഇവിടെ ആ ഒരു സ്വർണത്തിനെ ചെമ്പായി മാറിയിരിക്കുകയാണത്. അപ്പൊ ഇത്തരത്തിൽ നമ്മളൊക്കെ എത്രയും വേദന വരണ സമയത്ത് നമ്മൾ മനസ്സിൽ ദൈവത്തിനെ പ്രാർത്ഥിച്ച് തലയൊക്കെ ഒഴിഞ്ഞു കൊണ്ടുപോയിട്ട് ഉണ്ടിയിൽ നമ്മൾ 1 രൂപയോ 5 രൂപയോ 10 രൂപയോ ഒക്കെ ഇടാറുണ്ട്. ഞാനും ഇട്ടിട്ടുണ്ട്, നിങ്ങളും ഇട്ടിട്ടുണ്ട്. ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ പോലും അമ്പലത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ 10 പൈസ ഇടാത്ത ആളുകൾ ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഭക്തന്മാർ വിശ്വാസത്തോടു കൂടി കൊടുക്കുന്ന ആ ഒരു സംഭാവനയായി കൊടുത്തിട്ടുള്ള സ്വർണം പോലും ചെമ്പായിട്ട് മാറിയിരിക്കണം. അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൊള്ളയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പ്രതികരിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ വാർഡിലും ബ്ലോക്കിലും ജില്ലയിലേക്കും ഒക്കെ നമ്മുടെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് തയ്യാറാവണം. തന്നെ നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Welcome, sir. Bye. Oh. Back to ground.
എത്ര മാച്ച് കഴിഞ്ഞപ്പോ ലീഗാണ് അല്ലേ? 3 ഓവറിൽ 56 റൺ.